മലങ്കരമാർഗം. അല്ല, ഇതിൻ്റെ അകത്തെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ആയല്ലോ. പക്ഷേ ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് പോയി ബിലിവേഴ്സ് ചർച്ചിൽ ചേർന്ന് ഒരു ബിഷപ്പാകാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും അവിടെ ബിഷപ്പാകാനായിട്ട് എനിക്കൊരാള് ഷിബു പീഡിക്കൽ ബ്രദർ മെത്രാനായിട്ട്, അതായത് ബിലിവേഴ്സ് ചർച്ചിൽ ഒരു മെത്രാനായിട്ട് വേഷമൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു. ഞാനപ്പോൾ തന്നെ പുള്ളിക്ക് അയച്ചു കൊടുത്തു, ഇത് എന്നാ ബിഷപ്പായെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഇതാരോ ചെയ്ത പരിപാടിയാന്ന് പറഞ്ഞു. അപ്പം ബിലിവേഴ്സ് ചർച്ചിൽ ചേരാൻ നോക്കി, അവിടെ ഒരു മെത്രാനാകാൻ നോക്കി, അത് പറ്റിയില്ല. പിന്നീട് കത്തോലിക്ക ബാബ, മലങ്കര ഓർത്തഡോക്സിൽ ചേർന്ന് കാത്തോലിക്ക ബാബയെ കാണാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചതിന് ശേഷം അവസാനം തന്നെ മാതൃസഭയിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു കിംവദന്തി കേൾക്കുന്നത്. ഇത് ഒരു എക്കോ വരുന്നുണ്ടല്ലോ. ഒരു ആരോപണം അൺമ്യൂട്ട് ആക്കുമ്പോഴാണ്, മ്യൂട്ട് ചെയ്തപ്പോൾ ഒരു ആരോപണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരം. ഇത് ഒരു തെളിവില്ലാത്ത കാര്യങ്ങൾ, ഇതൊന്നും ആർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ. ചുമ്മാ ഒരു വ്യക്തി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നു, കത്തി നിൽക്കുന്നു, അവരുടെ ആശയങ്ങൾക്കെതിരെ പറയുമ്പോൾ എന്തെങ്കിലൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ചുമ്മാ ആളുകൾ, മാനസിക രോഗികളാണ് ഇതൊക്കെ പടച്ചു വിടുന്നത്. അപ്പൊ ഇതെന്താന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഷിബു പീഡിക്കലിന് മെത്രാനാകാന്ന് പറഞ്ഞാൽ മെത്രാനാകുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം, ഇത് ഏതോ പെന്തക്കോസുകാരെ ഇറക്കി വിട്ട സാധനമാണ്. കാരണം ഒരു മെത്രാനാകുക എന്നുള്ളത് സഭകളിൽ, അതും ഞാൻ പറയുന്നത് വെച്ചാൽ പാരമ്പര്യ സഭകളിൽ നിന്ന് പോയിട്ടുള്ള പെന്തക്കോസുകാരും ഇത് പറയാൻ സാധ്യതയില്ല. അപ്പൊ വേറെ ഏതോ പെന്തക്കോസുകാരുണ്ടാക്കിയ കഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു സഭയിലും മെത്രാനാകുക എന്നുള്ളത് അതിന് കുറെ കീഴ്വഴക്കങ്ങളുണ്ട്. അപ്പൊ ആ കീഴ്വഴക്കങ്ങളിലുള്ള പെട്ട ആളാണോ ഷിബു പീഡിക്കൽ എന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ടായിട്ടില്ല. ഇനി എനിക്കറിയാൻ പാടില്ല, ഇനി പാരമ്പര്യ സഭയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണോ ഇത് ഉണ്ടാക്കി വെച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ ബിലീവേഴ്സിൽ പോയി ബിലീവേഴ്സിൽ പോയിട്ട് മെത്രാനാകാനാണ് പോയത് എന്ന് ബിലീവേഴ്സിൽ ആരെങ്കിലും പറഞ്ഞു? ബിലീവേഴ്സിൽ ഏതെങ്കിലും മെത്രാന്മാര് പറഞ്ഞു? അല്ലെങ്കിൽ ബിലീവേഴ്സിൽ ഏതെങ്കിലും അച്ഛന്മാര് പറഞ്ഞു? ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ തോന്നുകയാണ്. ബിലീവേഴ്സിൽ പോയെന്ന് പറഞ്ഞാൽ കെ പി യോഹന്നാൻ ബിഷപ്പ്, അത്തനേഷ്യസ് യോഹാൻ ബിഷപ്പ്, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി എന്ന് മാത്രമേ ഉള്ളത് പ്രശ്നം. അപ്പൊ ഇന്റർവ്യൂ ചെയ്തപ്പോഴേക്കും ആളുകൾ കഥയുണ്ടാക്കി, അതെ ബിലീവേഴ്സിലെ മെത്രാനാവാനാണ് ഷിബു പീഡിക്കൽ. അതായത് ഈ ഷിബു പീഡിക്കൽ പെന്തക്കോസ് വിട്ട് ഇതിങ്ങനെ വന്നപ്പോ ആൾക്കാർക്ക് ഒരു പിടി കിട്ടുന്നില്ല. ഇത് എന്താ ഈ സംഭവം? ഗ്ലോറിയസ് ഗോസ്പൽ എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അത് ഒരു സഭയായിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതെന്താ പരിപാടി എന്നൊന്നും ആർക്കും പിടികിട്ടുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് ഒരു ആൾക്കാര് ഒരു പ്രസ്ഥാനം വിട്ട് അടുത്തൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആ പ്രസ്ഥാനം വേറെ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ആ ഒരു രീതിയിലൊന്നും ഷിബു പീഡിക്കൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം പിന്നെ അവർ ചിന്തിക്കുക, അപ്പൊ പിന്നെ ബിഷപ്പ് ആകാനായിട്ടായിരിക്കും. അപ്പൊ സ്വന്തമായിട്ട് സഭ ഇതുവരെയും തുടങ്ങിയിട്ടില്ല, അപ്പൊ ഇനിയിപ്പോ ബിഷപ്പ് ആകാനുള്ള പരിപാടിയായിരിക്കും എന്നൊക്കെ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ്. അപ്പൊ ബിലീവേഴ്സിൽ പോയത് ഇന്റർവ്യൂ എടുക്കാനാണ്, അല്ലാതെ ബിഷപ്പ് ആകാൻ പോയതല്ല. പിന്നെ ഈ യാക്കോബായ ഓർത്തഡോക്സുകാരുടെ വിഷയം നടക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോഴും ഈ കമന്റ് കാണുന്നുണ്ട്. ഓർത്തഡോക്സുകാർ പറയും ഞങ്ങളുടെ കാതോലിക്ക അടുപ്പിച്ചില്ല, അത് നന്നായി, പുള്ളി ഇവിടെ ചേരാമെന്ന്. അതായത് ഈ പറയുന്ന സഭകളിൽ ഒന്നും ചേരാനൊന്നും കാതോലിക്ക ബാബേനെ പോയി കാണേണ്ട ഒരു കാര്യമില്ല. ഒരു ബിഷപ്പ്, ഒരു പാത്രിയാർക്കീസിനെയോ കാതോലിക്കേനെയോ ആർച്ച് ബിഷപ്പിനെയോ ഞങ്ങൾ ഇന്നേ വരെ ഈ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ആരെയും വിളിച്ചിട്ടില്ല. കാരണം ഒരു വ്യക്തിക്ക് ഒരു സഭയെ ചേരണമെങ്കിൽ അവിടുത്തെ ലോക്കൽ വികാരി വിചാരിച്ചാൽ മാത്രം മതി. ലോക്കൽ വികാരി അതുപോലെ തന്നെ അവരുടെ ലോക്കൽ ചർച്ചിലെ ട്രസ്റ്റികളും വിചാരിച്ചാൽ മാത്രം മതി. അതിന് മെത്രന്മാരൊന്നും വേണമെന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഇവിടെ പോയത്? അപ്പൊ 2019 ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കുണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചില പെന്തക്കോസിൽ നിന്ന് കടന്നു വരുന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പിന്റെ വിഷയം ഉണ്ടായി. അപ്പൊ ഈ കാര്യം ഞങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ കാക്കനാട് സിറോ മലബാർ സഭയുടെ ആലഞ്ചേരി പിതാവിന്റെ ഓഫീസിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ യാക്കോബയിലെ കാതോലിക്ക ബാവയായിട്ടുള്ള അന്നത്തെ യാക്കോബ സഭയുടെ സെക്രട്ടറി ചുമതല ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ജോസഫ് കാതോലിക്ക ബാവയെ അന്ന് ഞങ്ങൾ കരിങ്ങാച്ചിറയിൽ പോയി 2019 കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോ സഭകളുടെ തലവന്മാരെ, കാരണം മെമ്പർഷിപ്പ് ഈ കടന്നു വരുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഈ ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ മലങ്കര ഓർത്തഡോക്സിലെ കാതോലിക്ക ബാവ, അതായത് ദേവലോകത്ത് ഇരിക്കുന്ന കാതോലിക്ക ബാവയെ ഞങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ റെഡി ആയതാണ്. പക്ഷെ അവിടെ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ ആ സമയത്താണ് ഈ 2017 വിധി വരുന്നതും യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആ സമയത്താണ്.
അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിബു ഇനി ഇവിടെ കടന്നു വരാം, പക്ഷെ സഭയുടെ ഒരു കാര്യങ്ങളും എന്നോട് പറയരുത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. ഇപ്പൊ അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു തന്നതും ഒരു മെത്രാൻ സഹായിച്ചു തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ സഭയുടെ കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, അല്ലാതെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്നുള്ളത്. അപ്പൊ ശിവചാൻ ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭയുടെ കാര്യം പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ കാതോലിക്കവാരെ അടുത്ത് പോണത്, നമ്മളെന്തിനാ ഒരു കാതോലിക്കവാരെ പേഴ്സണലി അദ്ദേഹമായിട്ട് ഒന്നും അത്ര ബന്ധമൊന്നുമില്ല. അത് പിന്നെ സഭയുടെ കാര്യം പറയാനല്ലെങ്കിൽ പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയില്ല. ഈ കാര്യം ഒരു സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും ഈ ഓർത്തഡോക്സുകാര് ഇപ്പൊ അവർക്കും ഈ മറുപടി ഇല്ലാതെ വന്നപ്പോ അവരുണ്ടാക്കിയ ഒരു കഥയാണ്. അവര് മലങ്കര ഓർത്തഡോക്സിൽ ചേരാൻ വേണ്ടി വന്നു, എന്നിട്ട് ഞങ്ങളുടെ കാതോലിക്കവ അടുപ്പിച്ചില്ല. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിലാണ്. അതായത് ഈ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഷയവുമായി ബന്ധപ്പെട്ടോ ഒന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ ആ കിട്ടിയ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. കാരണം ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയിടത്തെല്ലാം ഞാനുണ്ട് കൂടെ, ഞാൻ കൂടെ പോയിട്ടുള്ളതാണ്. ഞാനിപ്പോ ആലഞ്ചേരി പിതാവിന്റെ ഓഫീസിൽ പോയപ്പോഴും അതുപോലെ കരിങ്ങാച്ചിറയില് ഞങ്ങള് ജോസഫ് ബാവയുടെ അടുത്ത് പോയപ്പോഴൊക്കെ ഞാൻ കൂടെ ഉള്ളതാണ്. അതുപോലെ ബിലീവേഴ്സിൽ പോകുമ്പോഴൊക്കെ ഞാനുണ്ട്. അപ്പൊ ഇതൊന്നും മെത്രാനാകാനോ കാര്യങ്ങളോ എന്നാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇനിയിപ്പോ എല്ലാവരും മെത്രാനാകുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ പറയും, അദ്ദേഹത്തെ അങ്ങനത്തെ രീതിയിലേക്ക് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മെത്രാന്മാരെ എനിക്കറിയാം. അങ്ങനത്തെ ഓഫറുകൾ വന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഷിബു പിടിയിൽ പറയുന്നത്, ഞാനൊരു അൽമാനായിട്ട് നിൽക്കുള്ളൂ, ഞാനൊരു അൽമാനായിട്ട്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വൈദികനാക്കാനുള്ളതോ അല്ലെങ്കിൽ ചെമ്മാച്ചന ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം, നിങ്ങളിത് എത്ര വിചാരിച്ചാലും ഇത് നടക്കില്ല. കാരണം അദ്ദേഹം വിചാരിക്കേണ്ട ഇതെല്ലാം നടക്കണോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും സഭയോടുകൂടെ ചേർത്ത് നിർത്തണമെന്നൊക്കെ പല മെത്രാന്മാരും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു അൽമാനായിട്ട് നിൽക്കാനാണ്, അതായത് സാധാരണ വിശ്വാസിയായിട്ട് നിൽക്കാൻ തന്നെയാണ് ഇപ്പോഴും അതായത് ഒരു ബിഷപ്പ് ആകണമെങ്കിൽ പോലും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അവസരങ്ങളല്ല. ഇത് അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞല്ല. ഇപ്പൊ എന്നോടത്ത് പല ആൾക്കാരും ഷിബു പീഡിക്കലിനെ ഞങ്ങളുടെ കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഷിബു പീഡിക്കലിനോട് നേരിട്ട് അവർ വന്ന് പറയുകയൊന്നും ചെയ്തല്ലോ. മറ്റൊരു മലങ്കര ഓർത്തഡോക്സിലെ വലിയൊരു മെത്രാൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ പാസ്റ്റർ എന്നൊരു പദവിയില്ല, പക്ഷെ ഞങ്ങളുടെ സ്വന്തം പാസ്റ്ററാണ് ഷിബു പീഡിക്കൽ. മറ്റൊരു സ്ഥലത്ത് ഒരു മെത്രാൻ വന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തം ശിവച്ചായനാണ്, അദ്ദേഹത്തെക്കാളും പ്രായമുള്ള ആളാ, പക്ഷെ ഞങ്ങളുടെ സ്വന്തം ശിവച്ചായനാണ്. അല്ല, അത് പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാസ്റ്റർ ഷിബു പീഡിക്കൽ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അത് ഈ പാസ്റ്റർ എന്നതിന്റെ പിന്നിലുള്ള ഒരു പശ്ചാത്തലം എന്താ? അത് ഒരുപാട് ലൈവുകളിൽ ഈ ഷിബു പാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ളതാ. അതായത് ഒന്നാമത്തെ പെന്തക്കോസ്തുകാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കാണ് ഈ പാസ്റ്റർ എന്നുള്ളതാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പാവം പെന്തക്കോസ്തുകാര്, ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചിന്തിച്ചു, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ സ്വന്തം വാക്കാണെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല. പാസ്റ്റർ എന്നൊക്കെ പറയുന്നത് കത്തോലിക്കരുടെ ഒരു ടേമാണ്. പാസ്റ്റർ ചെയ്യുക, അതായത് ഇടയ ശുശ്രൂഷ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബൈബിളിലും വേണമെങ്കിൽ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു വാക്ക് വേണമെങ്കിൽ പേരിന് കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ, വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഒരു ഇടയ ശുശ്രൂഷ എന്നുള്ളതാണ്, ഇടയൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പാസ്റ്റർ എന്നുള്ളത്. അത് കത്തോലിക്കരുടെ പേരാണ്, പാസ്റ്ററൽ കൗൺസിൽ ഉണ്ട് അവർക്ക്. ഇത് കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റന്റിൽ നിന്ന് വിഭാഗത്തിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും പാസ്റ്റർ എന്നുള്ള പേര് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ. പിന്നെ ഷിബു പീഡിക്കൽ എന്നുള്ള പേര് 10-25 വർഷം അദ്ദേഹം പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം പറയുന്നത് പാസ്റ്റർ എന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ എനിക്കൊരു ചീത്തപ്പേരാണ്. കാരണം പഴയ ആൾക്കാർ ഇപ്പോഴും ഷിബു പാസ്റ്റർ എന്ന് തന്നെ വിളിക്കുള്ളൂ, ആ പേര് ഒരിക്കലും ഇനി പോകില്ല. അപ്പൊ അതൊരു ചീത്തപ്പേരാണ്, അത് ഞാൻ ചുമക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പഴയ എല്ലാ ഐഡികളും എല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി ഷിബു പാസ്റ്റർ എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഉണ്ടാക്കിയിരുന്നിട്ടുള്ള ഇമെയിൽ ഐ ഡികൾ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം പാസ്റ്റർ എന്നാണ്. അപ്പൊ അതൊന്നും ഇനി മാറ്റേണ്ട ഒരു ആവശ്യം ഇപ്പൊ നിലവിലില്ല. പിന്നെ പാസ്റ്റർ എന്ന് വെച്ചത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ കേൾക്കുകയും അതുവഴി എൻലൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാസ്റ്ററാണ്. കാരണം അദ്ദേഹം ഞങ്ങളുടെ കൃത്യമായ ആത്മീയ രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും പാസ്റ്റർ വിളിക്കുന്നത് കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞത് മലങ്കര ഓർത്തഡോക്സിൽ ഞങ്ങളുടെ സ്വന്തം പാസ്റ്റർ എന്ന് പറഞ്ഞു.